നമുക്കൊരു വെണ്ടയ്ക്കയുടെ ഒരു സ്പെഷ്യൽ സബ്ജി ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ഇതായിട്ടോ, നല്ല ടേസ്റ്റായത്. അന്നേരം ഇത് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 1-1.5 മുറി സവോളയും കട്ട് ചെയ്തെടുക്കണം. 2-3-4 പച്ചമുളക് അരിഞ്ഞെണ്ണം ഇട്ടിട്ട് നമുക്കത് ചീഞ്ചട്ടി വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ടിട്ട് ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചിട്ട് കടുകിട്ടിട്ട് വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ സവോളയും പച്ചമുളകും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ, ഒന്ന് വഴരാൻ പെട്ടെന്ന് വഴന്ന് വരും. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി സബ്ജി മസാല എന്നും പറഞ്ഞൊരു മസാലയുണ്ട്, അത് നല്ല മസാല കേട്ടോ. സബ്ജി മസാല ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഈ വെണ്ടയ്ക്കായി ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. വഴറ്റി ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി നേരത്തേക്ക് അടച്ചു വെക്കാം. റെഡിയായി സബ്ജി.